Hello guys, welcome to my channel. It's Smith Vlogs Gaming. ഇന്ന് നമ്മൾ പിന്നെ വന്നിരിക്കുന്നത് ലെസ്പയുടെ വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ ഒന്നാമത്തെ എപ്പിസോഡ് നമ്മൾ ഈ വില്ലേജിൽ പിടിച്ചു. രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ ഒരു ബ്രീഡർ പണിഞ്ഞു. ഇന്ന് ഒരു ഐം ഫാം പണിയാനാണ് പ്ലാൻ. സാധനങ്ങളൊന്നും നമ്മൾ സെറ്റാക്കിയിട്ടില്ല. പിന്നെ ഇന്നലെ നമ്മളൊരു ബ്രീഡർ പണിയായിരുന്നു. ആ ബ്രീഡറിൻ്റെ ബെറിലിൻ 2 മണിക്കൂർ എന്തോ ഒരു മണിക്കൂർ എന്തോ എന്നെ നിന്ന് ഗൈസ്. ഇപ്പം കണ്ടോണം, നിറയെ വില്ലേജറായി ഗൈസ്. എനിക്കിതൊരു 12 വില്ലേജർ വേണം. അപ്പോൾ 12 കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർത്തൻ്റെ ജോലി പോയായിരുന്നു. ഇവന്മാർ ഇനിയും ബ്രീഡ് ചെയ്യുവാണെങ്കിൽ തീർന്നു ഗൈസ്. ഇപ്പോഴും അവിടെ ചെറിയ ആൾക്കാർ വല്ലതും ഉണ്ടോ? ഉണ്ട്. ഇവന്മാരൊന്നും കയറി വരത്തില്ല ഇനി. സോ ഇന്നത്തെ പരിപാടി വെച്ചാൽ നമുക്ക് ഐം ഫാം പണിയാമെന്ന് പറഞ്ഞു. അതിനുള്ള പ്ലേസൊക്കെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. സോ ഐം ഫാമിനുള്ള സാധനം ഞാൻ സെറ്റാക്കിയിട്ട് ഇപ്പോൾ വരാം ഗൈസ്. ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് നമുക്കത് കുറച്ച് പണിയാണ്. എന്തോ ഒരു 45 അയം വേണം. എൻ്റെ ലാഗ് ഇപ്പോൾ ഉള്ളത് വെറും 5 വേണം. എനിക്കൊരു 9 ഹോപ്പർ ഉണ്ടാക്കാനായിരുന്നു. എന്തൊക്കെയൊന്നും അറിയില്ല ഗൈസ്. ഞാൻ പറയുകയാണെങ്കിൽ മൈനിങ്ങിന് പോകാം ഗൈസ്. നമ്മൾ മൈനിങ്ങിന് ഈ കുഴിയിലൊക്കെ നമ്മൾ നോക്കിയതാണ്. അവിടുത്തെ ഇതൊക്കെ തീർന്നു. ടോർച്ച് കൈപ്പിടിച്ച് വെച്ചേക്കാം. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് രാവിലെയാണ് ഗൈസ് വീഡിയോ. ഇതെപ്പോൾ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഉച്ചയ്ക്ക് എക്സാം ഉണ്ട്. സോ ഞാൻ എക്സാമിന് പോകും. പിന്നെ ഇത് അതിന് മുമ്പ് ഇടാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. 12 മണിക്കാണ് ഞാൻ പോകുന്നത്. 1 മണിക്കാണ്, 1:30 മണിയൊക്കെ ആകുമ്പോഴാണ് എക്സാം. സോ 12 മണിക്ക് മുമ്പ് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരും ഗൈസ് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വൈകുന്നേരം പ്രതീക്ഷ മതി ഗൈസ്. പിന്നെ ഇന്നലെ വീഡിയോ എടുത്തതിൻ്റെ കാരണം നമുക്ക് സമയം കിട്ടില്ല ഗൈസ്. ഓരോ ദിവസം ഇടപെട്ടായിരിക്കും വീഡിയോസ് വരാൻ പോകുന്നത്. നാളെ അല്ല, ഇനിയുള്ള ഒരാഴ്ച രാവിലെ വീഡിയോ എടുത്ത് വെച്ച് ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വരാൻ സാധ്യതയുണ്ട് ഗൈസ്. നമ്മളൊരു കേവാണ് തിരയുന്നത്. നോക്കാം ഗൈസ്, നമുക്ക് നോക്കാം. അറിയാൻ പറ്റില്ല. ബിക്കോസ് എക്സാംസ് ആർ അടുത്തെത്തി. ക്രിസ്മസ് എക്സാമാണ്. സോ പരീക്ഷ എഴുതാന്നല്ലോ എഴുതണം. അതുകൊണ്ട് വീഡിയോ ഇപ്പോൾ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇന്ന് വരും എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ വീഡിയോ വരും ഗൈസ്. പിന്നെ ഇതുവരെ കണ്ടാൽ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തിനും പണയെന്നൊന്നും പ്ലാൻ ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ പറ. എനി കൈൻഡ് ഓഫ് ബിൽഡ്സ്, അതായത് എന്നും ഫാമൊക്കെ പണിയാൻ പ്രശ്നമല്ലേ. സോ എനി കൈൻഡ് ഓഫ് ഫാംസ് അങ്ങനെ വല്ലതും പറ ഗൈസ് നിങ്ങൾ. നമ്മൾ അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ തൊട്ട് എന്തെങ്കിലും നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഫാം നമുക്കങ്ങ് ചെയ്യാം. ഓ ഗൈസ്, ഈ ഫാമിന് കുറേ ബെഡ് വേണം. ഞാൻ 12 വില്ലേജർ വെച്ചാൽ ചെയ്യുന്നുള്ളതുകൊണ്ട് ഒരു 12 ബെഡ് മതി. അതായത് 36 വൂള് വേണം. അതും പിന്നെ ഷീർ എടുത്ത് നമുക്ക് വെട്ടി അങ്ങ് തീർക്കാം. പിന്നെ 36 വുഡ് അത് വേണം. ഞാനിപ്പം ഒരു 32 ലാഡർ വേണമായിരുന്നു. സോ അതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ മൊത്തം സ്റ്റിക്കാക്കി ഇപ്പോൾ അറിയാതെ. സോ ഇനിയും മൈനിങ്ങിന് ഞാൻ പോവാം. വുഡ് മൈനിങ്. പിന്നെ ഒരു കേവ് കിട്ടിയിട്ട് കാണിക്കാനായിരുന്നു നിങ്ങളെ. പക്ഷേ കേവ് കാണുന്നില്ല. ചെത്തപ്പം ഞാൻ അപ്പം തന്നെ അറിയിച്ചാൽ ഗൈസ്. അല്ലെങ്കിൽ ഒരു മൈനിങ് ഏരിയ തുടങ്ങുന്ന വീഡിയോ മതിയായിരുന്നു. ബട്ട് ഐം ഫാം നമുക്ക്
വേണം ഗൈസ്. കാരണം അടുത്ത എപ്പിസോഡിനുള്ളിൽ നമുക്ക് എന്താ വേണ്ടേ, അടുത്ത എപ്പിസോഡിനുള്ളിൽ നമുക്ക് വേണം എന്ത്, അത് തന്നെ കേവാന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഇറങ്ങാം. പ്രൂഫ് ക്രീപ്പേഴ്സ് അവിടെ ഒരു അയൻ ഞാൻ കാണുന്നുണ്ട്. അത് അയനാണോ എനിക്കറിയില്ലാത്തുള്ളൂ. നൈറ്റ് വിഷൻ വർക്കാവില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു തരായിരുന്നു. ഗൈസ് നമ്മുടെ വീഡിയോക്കൊക്കെ എല്ലാ വീഡിയോക്കും ഭയങ്കര ലെങ്താന്ന് എനിക്കറിയാം ഗൈസ്. സോറി ഗൈസ്, ഞാൻ ലെങ്ത് കുറയ്ക്കാൻ നോക്കുകയാണ് ഗൈസ്, പക്ഷെ പറ്റുന്നില്ല. ഞാൻ പക്ഷെ കൈ വീഡിയോ ഒന്നും ചെയ്ത് ഞാൻ ആകെ 2-3 ചത്തു, അത് മാത്രമേ നിങ്ങൾ പറഞ്ഞുള്ളൂ. എല്ലാം വരുമ്പോ അതേറ്റു ഗൈസ്. അപ്പം ഞാൻ മൈൻഡ് ചെയ്ത് അതിനെത്തിയിട്ട് വീട്ടിൽ വന്നിട്ട് കാണിക്കാം ഗൈസ്. നമ്മുടെ ഇത് കുറച്ച് പണിയായിരുന്നു ഗൈസ്. 2-3 തവണ ഞാൻ നമുക്കൊരു കുറച്ച് മരം മുറിച്ച് എൻ്റെ ഒരു ആക്സ് അങ്ങ് പറ്റി, പിന്നെ വേറൊരു ആക്സാണ് അതിനകത്തിരിക്കുന്നത്. 9-12 വേണ്ട, 11 മതി ഗൈസ്. 2 ഫാമിന്. ഇവിടെ ഇത് കണ്ടോ, ഇത് ഇത്രയും അയ്യോ ഇത് ബാക്കി വേണ്ട. ഇനി ബാക്കി മൊത്തം ഇനി ഇത് വേണ്ട പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. ആയിൻ അവിടെ ഇരിക്കട്ടെ. പിന്നെ 9 സൈൻ ബോർഡ് വേണം ഗൈസ്. കണ്ട ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ കുറേ സ്റ്റിക്ക്, ഇരിക്കുന്ന സ്റ്റിക്ക് മറ്റേ വില്ലേജിലുണ്ടായിരുന്നു. നമുക്ക് ഇപ്പം കുഴപ്പമില്ലായിരുന്നു. 9 വേണം ഗൈസ്. ലാവയുടെ കാര്യത്തിൽ പിന്നെ പേടിക്കാനില്ല. നമ്മൾ താഴെ ലാവ പൂൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. ഞാൻ ചത്തായിരുന്നു, എൻ്റെ സാധനമൊക്കെ കത്തിയായിരുന്നു, അതുകൊണ്ട് എനിക്കറിയാം. ഇതൊരു 8 എണ്ണം. ഈ ഐഫോൺ ഞാൻ ആദ്യമായിട്ട് പറയുന്ന കേസ്. സോ വർക്കാവോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. സോ ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. ഇത് വർക്കായില്ലെങ്കിൽ നമുക്കൊരു 3 സ്റ്റേഴ്സ് വേണം. ഇപ്പം ഇതൊക്കെ വെച്ച് ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ റിച്ച് ഒന്നുമില്ലല്ലോ. ഇനി 2 ചെസ്റ്റ്, അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചായിരുന്നു. ഒരു വാട്ടർ ബക്കറ്റ്, ഐ ഹാവ് ഒരു ലാവ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ലാവ എടുത്തതിൻ്റെ അച്ചീവ്മെൻറ്റ് മേടിക്കാൻ പോവാം. അത് ലാവ ഇനി വെള്ളത്തിലായോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും അടുത്ത ലാവ തിരഞ്ഞെടുക്കേണ്ടി വരും. ഈ കുഴിയെ ഓർമ്മിപ്പിക്കരുത്. ഫസ്റ്റ് ടൈം ലാവ എടുത്തേക്കുന്നു. സോ ഇത്രയും നമുക്ക് ഫാമിന് ആവശ്യമുള്ളൂ. അതായത് ഒരു ഫാമിന് പണിയാൻ ഇത്ര സാധനങ്ങളുള്ളൂ. ഇനി വില്ലേജർ പൗഡ് എന്ന് പറഞ്ഞ് ആണ് നമ്മൾ എടുക്കുന്നത്. അതിന് നമുക്ക് 4 എല്ലാം നമ്മൾ ഒരു 4 മൂലയിലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 4 വില്ലേജർ പെർ ടൈം ഒരുമിച്ച് ഉണ്ടാവും. സോ അതാണ് എൻ്റെ പ്ലാൻ. അതാണെങ്കിൽ ഒരു കുറച്ച് ടോർച്ചിൻ്റെ ഒക്കെ ആവശ്യം വരും. അതായത് 24 ടോർച്ചാണ് ഒരെണ്ണത്തിന്. അത്രയും അത് 24 എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ,
24 പ്ലസ് 24 48, 48 പ്ലസ് 24 72 പ്ലസ് 24 96 വേണം ഗൈസ് ടോർച്ച്. അതായത് 96 എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാക്കും 32 എണ്ണം. അപ്പോൾ ഞാൻ ഇപ്പം സെറ്റാക്കിയിട്ട് ഇപ്പം വരാം ഗൈസ്. കോള പിന്നെ ഉണ്ടായിരുന്നു കുറേ, അതൊന്നും രക്ഷപ്പെട്ടു. പിന്നെ 3 ബെഡ്, അതായത് ഞാൻ ബെഡ് എൻ്റെ 18 എന്ന് പറയുമ്പോൾ എത്ര ബെഡ് ഉണ്ടാക്കാം? നമുക്ക് ഇതിനകത്ത് ഈ ബണ്ടിലിനകത്ത് ബെഡൊക്കെ എടുത്ത് വെക്കാം ഗൈസ്. പറ്റുമെന്നറിയില്ല, ഫുൾ എടുത്ത് വെക്കാനൊന്നും പറ്റില്ല. ഒരു 5 എണ്ണോ 10 എണ്ണോ എല്ലാം പറ്റുമോ നോക്കാം. ഇപ്പം എനിക്ക് 6 എണ്ണം, അതായത് 2 എണ്ണത്തിന് പറ്റും. ഇതെന്ത് ഒരു ബെഡ് എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അത് നിറഞ്ഞു. അപ്പോൾ പിന്നെ ഇതൊക്കെ എടുത്ത് വെക്കാൻ പറ്റുമോ? ഈ വാട്ട് ഇതെന്താ കേസ് ഇങ്ങനെ? ഇതെന്ത് ഇത്ര ചെറിയ സാധനമാണിത്? പിന്നെ ഇതെടുത്ത് വെക്കാൻ പറ്റും അല്ലേ? ഇങ്ങനെ നമുക്ക് സ്ഥലം എടുത്ത് വെക്കാം കേസ്, അല്ലെങ്കിൽ നടക്കില്ല. ഇത് മാത്രം ഇരിക്കട്ടെ, എന്നിട്ട് ഇതെടുത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് വേണ്ട, ഇതന്നെ ഇരിക്കട്ടെ കേസ്. എന്നിട്ട് ഇത് എടുത്ത് ഇങ്ങോട്ട് വെക്കാം കേസ്, അല്ലെങ്കിൽ പണി കാണും. കാരണം സ്ഥലം വില്ലേജിലുള്ള ബെഡൊക്കെ തീർന്നു കേസ്. അതുകൊണ്ടാണ് ഇപ്പം 6 എണ്ണം, അതായത് എനിക്കിനി ഒരു 6 എണ്ണം കൂടെ വേണം. അതായത് 6 3 18, ഇനി ഒരു 18 വൂളും കൂടെ. കുഴപ്പമില്ല, നമ്മളെക്കൂടെ സാധിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഇത് നമുക്ക് ക്യാമറയിൽ കാണിക്കാം ഗൈസ്. ഷെയറിങ് ചെയ്യുന്നത് അത്രയും മടുപ്പുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അത് ഞാൻ കാണിക്കാം. ശിവന്മാരെ കണ്ടുപിടിക്കാനുള്ള പറയുന്നത് ഭയങ്കര മടുപ്പുള്ള കാര്യമാണ്. പക്ഷെ അത്ര ടോർച്ചിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല. ഇനി അത്ര വേണമെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ ട്യൂട്ടോറിയൽ നോക്കിയാണ് പറയുന്നത്. സോ ആ ചാനലിൻ്റെ ലിങ്ക്, ആ വീഡിയോ ലിങ്ക് ഞാൻ ഓർത്തിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി കേസ്. ലാസ്റ്റ് വർക്കാവുമെന്ന് എനിക്കറിയാണ്ട്. 4 സോംബിയെ പിടിക്കണം കേസ്, അതാണ് ഏറ്റവും ടഫ്. ആൻഡ് അവിടെ ഒരു വൂളിനെ കാണുന്നുണ്ട്. 2 3 എണ്ണം, പക്ഷേ നിറം വ്യത്യാസമുണ്ട്. എനിക്കെല്ലാം നിറവും വെള്ളയായിരിക്കണം. സോ എനിക്കിതിനെ വേണ്ട. ഇവരെന്ത് ഇത്ര മണ്ടയിൽ കയറിയിരിക്കുന്നു കേസ്? നമ്മൾ കയ്യിലൊരു ബെഡ് വെച്ചിട്ടുണ്ട്, നമുക്ക് തുറങ്ങാം. അവൻ ചാടി, മറ്റവൻ ചാടി, ആ ബ്ലാക്കി ചാടി, വെള്ളയും കൂടെ ചാടിയിരുന്നെങ്കിൽ ഇവന്മാരെ പിടിച്ചോണ്ടൊരു ഫാം പറയാൻ കേസ് അറിയുന്ന ആവശ്യമില്ല. അതുപോലെ മണ്ടേ പോയി കിടക്കും. ഒന്നോ ഇത്രയും നിന്നെ പിടിച്ച് താഴെയിട്ടിട്ടും. ഇത് കുറച്ച് ടഫ് പണിയാണല്ലോ കേസ്. അവിടെ ഫുഡൊക്കെ തരാതെ നമുക്ക് പിന്നെ ജസ്റ്റ് ഇരിപ്പുണ്ട്. കുക്ക്ഡ് പൊട്ടറ്റോ ആൻഡ് കുക്ക്ഡ് മട്ടണോ എന്തോ ഇരിപ്പുണ്ട്. ഫുഡൊക്കെ ഇവിടെ കാണും കേസ്. കുറച്ച് ബെഡേലും ഇപ്പം 6 എണ്ണം ആയില്ലേ? ഇവിടെ ഒരു 3 എണ്ണം, ഈ 3 വീട്ടിൽ ഞാൻ കയറിയിട്ടില്ല. സോറി, വെള്ളയല്ല. കാരണം വെള്ള ബെഡാണെങ്കിൽ കുറച്ചും കൂടെ കാണാൻ സുഖമായിരുന്നു. അതാണ്. ഇതും വെള്ളമല്ല, മഞ്ഞ. പിന്നെ മഞ്ഞ കിടക്കാം ഗൈസ്. വേറെ ബെഡുണ്ടോ എന്ന് നോക്കാം. എനിക്ക് പണി 3 6 2 8, ഇനി ഇതും കൂടെ കൂട്ടുമ്പോൾ 9. ഇനി ഒരു 3 എണ്ണം കൂടെ, അതായത് ഇനിയും വേണം 9 കൂടി ഇനിയും വേണം. ഇവിടെ കാണും. ഇവിടെ ഞാൻ അന്ന് വില്ലേജിനെ കുറ്റിയിട്ടുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒന്നും എടുത്തില്ലായിരുന്നു. യെസ്, 10 കിട്ടുമോ യെസ്? മൊത്തം ഒരു 11 എണ്ണം വരെ കിട്ടിയാൽ മതി. ഒരെണ്ണം വീട്ടിൽ 2 എണ്ണം ഉണ്ടോ വീട്ടിൽ? ഇല്ലല്ലോ. അവിടെ നിന്നൊക്കെ നമ്മൾ എടുത്താന്ന് തോന്നുന്നു. നോക്കാം. അതെന്ത്? ഞാൻ കരുതി എൻഡർമാൻ. ഇവിടെ മറ്റേത് ഇരിപ്പുണ്ട് കേട്ടോ, ബ്രൂയിങ് സ്റ്റാൻഡ്. അതുകൊണ്ട് പിന്നെ ഗുണമുണ്ട്.
നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് നോക്കാം. ഇത് ഭയങ്കര ഇന്നും വീഡിയോ കുറച്ച് ലെങ്ത് ആകും ഗൈസ്. കുറച്ച് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ഇന്നലത്തെ വീഡിയോനേക്കാളും കുറയ്ക്കാം, നോക്കാം നോക്കാമല്ലോ. എൻ്റെ വീട്ടിൽ 2 ബെഡ് കിടപ്പുണ്ട് ഗൈസ്. ഉണ്ട്. അതായത് 11 എണ്ണം ആയി കാണണം. ഇപ്പുറത്തെ വീട്ടിലും കിടപ്പുണ്ടെന്ന് തോന്നുന്നു ഒരെണ്ണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തീർന്നു. ഒരെണ്ണം 11. ഇപ്പം തന്നെ 1 2 3 6 9 11 11 തോന്നുന്നു ഗൈസ്. കണക്ക് തെറ്റിയെങ്കിൽ ഒന്ന് പറ. ഇത് ഞാൻ എപ്പോഴും കൈ വെച്ച് ടോർച്ച, പക്ഷെ അത് മറ്റേ ടോർച്ചിൻ്റെ ഒപ്പം കയറും. ഇപ്പം ഇതാക്കെ 3 6 9 12. ഈ ഫാം പണിഞ്ഞിട്ട് വർക്കായില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും, ഉറപ്പേ ദേഷ്യം വരും. ഇനി 3 ട്രാപ്പ് ഡോറായിട്ട്, അതായത് അതും 12 എണ്ണം വേണം. ഇത് കൊള്ളാം. ഇത് 12 പോയിട്ട് പിന്നെ വുഡ് നമ്മൾ കുറച്ചപ്പോൾ മൈൻ ചെയ്ത് തീരാറായി. ഹൗ ദിസ് പോസിബിൾ? 12 ആയില്ല. അപ്പോൾ ഒരു 3 എണ്ണം കൂടെ. ഇനി സ്ലാബ് ഒരു 8 എണ്ണം. അത് 2 എണ്ണം എടുക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പം അത് കുഴപ്പമില്ല. ഇനി ഇവന്മാരെല്ലാം കൊണ്ടുപോയി എനിക്ക് എത്ര ബെഡ് വേണം? 3 × 6. അപ്പോൾ 6 × 2 12. അപ്പോൾ എനിക്കൊരു 6 ബോട്ട് വേണം. 6 × 30 പറ്റും. പക്ഷേ കൈ മൊത്തം നിറയും. ജസ്റ്റ് എത്ര എണ്ണം ഉണ്ട്? 3 6 7. അയ്യോ, വീണ്ടും കൂടി. ഓക്കെ, ഈ ബെഡ് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. എനിക്ക് ആ ബെഡ് മാത്രം ഒരിക്കലും കിടക്കാൻ പറ്റാറില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ വരാം. ഗൈസ്, എനിക്ക് ഈ ബെഡ് കിടക്കാൻ പറ്റുന്നില്ല. എനിക്ക് മഞ്ഞ ബെഡ് അലർജിയാണോ? ഉണ്ടാവും. പോയോ? നമുക്ക് ഷീറൊക്കെ എടുത്ത് വെച്ചേക്കാം ഗൈസ്. ഇനി എന്തിനാണ് ഷീറിൻ്റെ ഒക്കെ ആവശ്യം? അത് മിസ്റ്റേക്ക്. നമ്മൾ ചാറ്റ് ഓഫ് ചെയ്തിട്ടേക്കുന്നു ഗൈസ്, അതുകൊണ്ടാണ്. ഉറങ്ങാറായില്ലേ? ഈ ബെഡ് പിടിക്കാം. എനിക്ക് മറ്റേ നമ്മളെ സ്പോൺ ആയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഗൈസ്. നമ്മൾ സ്പോൺ ആയ ദിവസം ഭയങ്കര കോടിയായിരുന്നു അല്ലേ? ഇപ്പോഴേ ഓടായി. ഞാൻ കുറേ ദൂരം നടന്നിട്ടുണ്ട് ഇപ്പം. ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് തിരഞ്ഞിറങ്ങാം ഒരു നാൾ. അപ്പോൾ ഗൈസ്, രാവിലെ ആയി. നമ്മൾ ഫാം പണിയാൻ തുടങ്ങുമ്പോഴത്തേക്ക് കാണിക്കാം. മതി ഗൈസ്, കുറേ നേരം ഞാൻ കട്ടിടപ്പിൽ തൊട്ടോന്ന് എനിക്ക് മണത്തു. സോ നമുക്ക് ഫാം പണിയാൻ പോവാം. ഒന്നുകൂടെ തൊട്ട് നോക്കിയേക്കാം. ഇത് നമുക്ക് ഉറങ്ങാനുള്ള ബെഡാണ് ഗൈസ്. ഇപ്പം രാത്രി അതിലെന്ന് പറയാതെ. എൻ്റെ മുകളിൽ വല്ല പ്രശ്നമുണ്ടോ ഗൈസ്? ഇത് നമുക്ക് പെട്ടെന്ന് സെറ്റാക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാകും. അവന്മാരെല്ലാം പൊക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ മണ്ടേ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അതാണെങ്കിൽ അത് മതിയായിരിക്കും. ബട്ട് ഭയങ്കര പണിയാണ് ഗൈസ്. ഇനിയുള്ള മൊത്തം പണിയും. ഇതൊന്ന് ഉറങ്ങ്. ഇവിടെ കുറേ ഷീപ്പ് ഉണ്ടായിരുന്നു ഗൈസ്. വരും നമ്മൾ അവിടുത്തെ ബെഡൊക്കെ എടുത്തു. കുറച്ച് ബെഡൊക്കെ വില്ലേജിൽ കിടക്കുക പറയുന്നത് കുറച്ച് ആഡംബരമായിരുന്നു. വിട്ടാ. ഇതെന്തുവാണ്? എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നത് ഇതാ, കണ്ടോ ഗൈസ്? ഇതൊന്നും അല്ല പ്രശ്നം. രാത്രി സോംബെ കയറ്റുമ്പം എന്തായാലും അയങ്കോളം ജനിക്കും. അപ്പം ആ പണി എന്ത് കാണിക്കുമെന്ന് എനിക്കറിയാതെ. ഇതെന്താണ് ഞാൻ ഉറങ്ങാത്തേ? ഞാൻ മടുത്തു. സോറി ഗൈസ്. ഇനി നമുക്ക് ഒരു സ്ഥലം കണ്ടുപിടിക്കണം. ഒരു നിരപ്പായ സ്ഥലം മതി എന്നൊരു, അല്ലെങ്കിൽ ഞാൻ നിരപ്പാക്കേണ്ടി വരും. എനിക്കത് അതിന് വലിയ പണിയെടുക്കാമെന്ന് വയ്യ, മടി. മൈൻക്രാഫ്റ്റ്സ് നമ്മൾ കുറേ നേരം കളിക്കാൻ നമുക്ക് ബോറടിക്കും ഗൈസ്. യുനോ, കളിച്ചവർക്കറിയാം. ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ബോറടിക്കും. ഇനി ഫ്രണ്ട്സ് കൂടെ ഉണ്ടെങ്കിൽ സുഖമാണ്. ഇപ്പം തന്നെ സമയം 10 മണിയായി.
2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ പോകും ഗൈസ്. ഇപ്പോൾ ഉറങ്ങാം. അതായത് നിങ്ങൾക്കിപ്പോൾ 20 മിനിറ്റായി എൻ്റെ വീഡിയോ തുടങ്ങിയിട്ട്. സോറി ഗൈസ് ഫോർ ലോങ് വീഡിയോ. സോ ഗൈസ് ഞാൻ അവിടെ തന്നെ സോറി ഗൈസ്, ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ നമുക്ക് അങ്ങ് പണിയാം. ഇല്ലെങ്കിൽ ഇനിയും ടൈം പോകും. ഐ മീൻ എൻ്റെ ടൈമല്ല, നിങ്ങളുടെ ടൈം. എൻ്റെ ടൈം നമുക്ക് പിന്നെ എങ്ങനെയായാലും സെറ്റാക്കാം. ഓക്കെ ഗൈസ്, നിരപ്പില്ലാത്ത പ്രശ്നം. സോറി ഗൈസ്, തീരുമാനിച്ചു ഇവിടെ അങ്ങ് പണിയാം. ഇതെന്താ മറ്റേ പെട്ടെന്ന് നോക്കാൻ മറ്റേ സാധനം ട്രേഡിംഗ് ഹാർഡ് പോലെ കിടക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഫാം പറഞ്ഞിട്ട് വരാം. അപ്പം ഗൈസ് നമ്മൾ ഐഫാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇത് കുഴിയായതുകൊണ്ട് കുറച്ച് പേര് ഇവിടെയാണ് ജനിക്കുന്നത്. കണ്ടോ? സോ ഇവിടെയൊക്കെ ഞാൻ ടോർച്ച് വെച്ച് ലൈറ്റ് ചെയ്തിട്ടും കുറച്ച് പേര് ഇവിടെ ജനിക്കുന്നുണ്ട്. ബട്ട് ബാക്കി 2 വില്ലേജിൻ്റെ സൈഡ് ഇവിടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ടാണ് ചിലവർ ജനിക്കുന്നത്. അതൊരു വിഷയമാണ്. പിന്നെ ഞാനിങ്ങനെ മണ്ടയ്ക്ക്, പിന്നെ ചിലവർ അതിൻ്റെ മണ്ട ജനിക്കുന്നത് ഒരു പ്രശ്നമാണ്. ഐ മീൻ ഇവിടെയാണ് ജനിക്കുന്നത് ചിലവന്മാർ. അത് ഞാൻ ഇവിടെ മൊത്തം ടോർച്ച് വെച്ചങ്ങ് നിറച്ചപ്പം ഇവിടെ സ്പോൺ കുറയുന്നുണ്ട്. പക്ഷേ വർക്കാവുന്നുണ്ട്. ബട്ട് എന്താ പറയുക, ഇവിടെയാണ് ജനിക്കുന്നുണ്ട് ആൾക്കാർ. ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല, സോറി. പിന്നെ നമ്മളെല്ലാവരെയും കയറ്റി, വില്ലേജറിനെയും കയറ്റി. സോബീനൊക്കെ ഭയങ്കര വരായിരുന്നു. പിന്നെ വില്ലേജർ നമ്മുടെ അവിടെ ഇപ്പോഴും കുറേ ബാക്കിയുണ്ട് ഗൈസ്. കുറേ എന്ന് വെച്ചാൽ കുറേ. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു ബ്രീഡർ പണിയാം. ഈ ഐഫാം ഞാൻ AFK നിന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല ഗൈസ്. കാരണം നമ്മൾ ഫാം കൊള്ളാം, ബട്ട് എടുത്ത സ്ഥലം ചെറുതായിട്ട് പണി തന്നു. നോക്കാം ഗൈസ്. ഇപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ വെള്ളത്തിൽ തന്നെ ജനിക്കുന്നത്. പക്ഷേ ഈ സൈഡിൽ നമുക്കൊന്ന് മറ്റേ ഇത് വെച്ച് ചെയ്യണം, മറ്റേ പോലെ ആക്കണം. കാരണം ഇപ്പോഴും ജനിക്കുന്നുണ്ട് ആൾക്കാർ. അതിൻ്റെ പിന്നെ എനിക്ക് പ്രശ്നമില്ല. നോക്കാം. ഇപ്പം പണിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. സോ എന്തെങ്കിലും ആയോ നോക്കാം. എന്നിട്ട് മറ്റേ ഷവൽ വെച്ച് ഞാനൊന്ന് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഗൈസ് ഇപ്പം നോക്കാം. ഞാനൊന്ന് 1 മണിക്കൂർ ഞാൻ സ്കൂളിൽ പോകാനുള്ളൂ. എക്സാം എഴുതാൻ. ഗൈസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എക്സാം എഴുതുന്ന സമയം മൊത്തം ഞാൻ ഇവിടെ AFK വെച്ചിട്ട് പോയാൽ എത്ര കിട്ടുമെന്ന് നോക്കാം ഗൈസ്. പിന്നെ രാത്രിയിലും കൂടെ വെക്കാം. ഇതാണ് പ്ലാൻ. കാരണം നാളെ നമുക്ക് വില്ലേജർ ബീർ പണിഞ്ഞാൽ നാളെ തന്നെ ഡയമണ്ട് ആർമർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് നാളെ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ പറ ഗൈസ്. പക്ഷേ ഇന്നത്തേക്ക് എൻ്റെ പ്ലാൻ ഇങ്ങനെയാണ്. ഇതൊക്കെ മാറ്റണം ഗൈസ്. ഇനി നമ്മളിവിടെ മറ്റേ ചെയ്യാൻ പോവാം, ഷവൽ വെച്ച്. ആ സമയം പറയുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ അതുകൊണ്ടാണ്. സോ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഇസ് മീ ത്രിലോക്സ് ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ.